ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് പഠിച്ചിട്ട് അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഓക്സിലറീസ് വെർബുകൾ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്, അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നമ്മളൊരു സെന്റൻസ് ഇപ്പൊ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ എത്തരത്തിലുള്ള ഓക്സിലറി ആണ്, അതുപോലെ ഇത് നെഗറ്റീവായി വരുമ്പോൾ നമ്മൾ എങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ ഇപ്പൊ കഴിഞ്ഞ കാര്യമാണെങ്കിൽ വരാനിരിക്കുന്ന കാര്യമാണെങ്കിൽ ഇതൊക്കെ ആകുമ്പം ഓരോ ഓക്സിലറീസ് നമ്മൾ ആഡ് ചെയ്യണമല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല ഇതിന്റെ എല്ലാ വർക്കുകളും നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതൊരു വർക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സെന്റൻസ് പറയുന്നു, ആ സെന്റൻസിൽ ഓപ്ഷൻസ് തന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. വളരെ സിമ്പിൾ ആണ്. നമ്മളെ വീഡിയോ മുടങ്ങാതെ കാണുന്നവർക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ നാളെ പോകില്ല. ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. ഞാൻ നാളെ പോകില്ല എന്ന് പറയുമ്പോൾ നാളത്തെ കാര്യമാണ്. ഇവിടെ സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഓക്സിലറി നമുക്ക് കിട്ടണം, എങ്കിലേ ഇവിടെ നാളെ പോകില്ല എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഞാൻ നാളെ പോകില്ല എന്ന് പറയുമ്പോൾ വരാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്കറിയാം അവിടെ നമ്മൾ ഓക്സിലറി വില്ലായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐ ഡേഷ്, പിന്നെ നമ്മുടെ വെർബ് എന്തായി മാറും? V1 ഫോം ആണ് അല്ലെ, പോവുക, ഗോ ആണ്. അപ്പം ഐ ഡേഷ് ഗോ ടുമോറോ. ഐ ഡേഷ് ഗോ ടുമോറോ. ഇവിടുത്തെ സ്യൂട്ട് ആയിട്ടുള്ള ഓക്സിലറി നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. വേണമെങ്കിൽ ഓപ്ഷൻസ് തരാം. ഡിഡിന്റ്, ഫോണ്ട്, ഡസിന്റ് ഏതായിരിക്കും എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ്, അവൻ ഇന്നലെ വന്നില്ല. അവൻ ഇന്നലെ വന്നില്ല എന്നാണ്. ഇവിടെയും ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. പക്ഷേ ഇത് ഇന്നലത്തെ കാര്യമാണ്, കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ പറയുന്നത്. സോ സബ്ജക്റ്റ് അവനാണ്, കുഴപ്പമില്ല. അവൻ ഇന്നലെ വന്നില്ല എങ്ങനെയാ പറയാ? അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെർബാണ്. അപ്പോ ഹേ വന്നില്ല, ഇന്നലത്തെ കാര്യമാണല്ലോ. അപ്പം ഡിഡിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഹേ ഡിഡിൻ ഡേഷ് യെസ്റ്റർഡേ അല്ലേ. ഹേ ഡിഡിൻ ഡേഷ് യെസ്റ്റർഡേ. അതായത് ഹേ ഡിഡിൻ നമ്മുടെ വെർബ് ഏതായിരിക്കും? വരിക എന്നുള്ള വെർബാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ഈറ്റ്, ഡ്രിങ്ക്, കം. സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ആരും വിചാരിക്കേണ്ടത് എന്ത് ക്വസ്റ്റ്യൻസ് ആണ് എന്നൊന്നും. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ അവൻ ഇന്നലെ വന്നില്ല എന്നുള്ളതിന് ഏത് വെർബാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് അവൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു. അവൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ എന്നെടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഏത് ഓക്സിലറിയാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെയും നമുക്ക് ഓക്സിലറി കണ്ടെത്തണം. ഷീ ഡേഷ് ജസ്റ്റ് ഈറ്റൻ. അവൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു എന്നാണ്. അപ്പൊ അവിടെ ജസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഷീ ഡേഷ് ജസ്റ്റ് ഈറ്റൻ. അവൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഇവിടുത്തെ വെർബ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ ഓക്സിലറി കിട്ടും അല്ലെ. അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻസ് തരാം. ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഹാവ് ഉണ്ട്, ഡിഡ് ഉണ്ട്, ഹാസ് ഉണ്ട്. ഏതായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാട്ടോ. നെക്സ്റ്റ്, അവൻ രാവിലെ എഴുന്നേറ്റില്ല എന്നാണ്. അവൻ രാവിലെ എഴുന്നേറ്റില്ല, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല എന്നാണ്. അപ്പൊ ഇവിടുത്തെ വെർബാണ് നമുക്ക് കാണേണ്ടത്. അതായത് അവൻ രാവിലെ എഴുന്നേറ്റില്ല, കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത്. സോ ഹേ ഡിഡിൻ ഡാഷ് ഇൻ ദ മോർണിംഗ്. ഹേ ഡിഡിൻ ഡാഷ് ഇൻ ദ മോർണിംഗ്. അപ്പൊ അവിടെ എന്തായിരിക്കും? അതായത് എഴുന്നേൽക്കുക എന്നുള്ളത് ഇവിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കവിടെ വേക്കപ്പ് ഉണ്ട്, വോക്കപ്പ് ഉണ്ട്, വോക്കണപ്പ് ഉണ്ട്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയത്? ഹേ ഡിഡിൻ എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് ഏതായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഇന്നലെ
എനിക്ക് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല അല്ലേ, ഇന്നലത്തെ കാര്യമാണ്. കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഓക്സിലറി നിങ്ങൾ കാണണം, അതായത് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോ ഐ ഡേഷ് സീ ദ ഡോക്ടർ യെസ്റ്റർഡേ. ഐ ഡേഷ് സീ ദ ഡോക്ടർ യെസ്റ്റർഡേ. ഇവിടെ ഏത് ഓക്സിലറി ആയിരിക്കും? കഴിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്നാണ് ഓക്സിലറി. ഡിഡിൻ, വോണ്ട്, കുഡിറ്റ് ഏതായിരിക്കും എന്നുള്ളത് ഒന്ന് കറക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കൂ, ഇവിടെയും നമ്മൾ കാണേണ്ടത് ഓക്സിലറി ആണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. സെന്റൻസ് ശ്രദ്ധിക്കണം. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഏത് ഓക്സിലറിയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞില്ല എന്നാണ്, ഇപ്പം പറയുന്നത് കഴിയില്ല എന്നാണ്. വരാൻ എന്നുള്ള വെർബാണ്. അപ്പൊ നമുക്ക് ഏതാണ് ഇവിടെ സ്യൂട്ടായ വെർബ് എന്നാണ് കാണേണ്ടത്. ഞാൻ ഓപ്ഷൻസ് തരാം. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. കമ്മുണ്ട്, കെയിമുണ്ട്, ചുക്കമുണ്ട് ഏതായിരിക്കും എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. നെക്സ്റ്റ്, ഇന്നലെ ഞാൻ മീരയെ കണ്ട് സംസാരിച്ചു. ഇന്നലെ ഞാൻ മീരയെ കണ്ട് അവളോട് സംസാരിച്ചു. ഇവിടെ കണ്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ തന്നിരിക്കുന്നത് മെറ്റും സോയും ഉണ്ട്. രണ്ടും കറക്റ്റ് ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും സിമ്പിൾ ഇവിടെ കണ്ടു സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടായത് ഏതായിരിക്കും എന്നുള്ളതാണ്. മെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടു എന്നാണ്, കണ്ടുമുട്ടി. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടുമുട്ടി എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നലെ മീരയെ കണ്ടു സംസാരിച്ചു അല്ലെ, കണ്ട് അവളോട് സംസാരിച്ചു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കണ്ടുപോയതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും സ്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെർബ് ഏതാണ്? മെറ്റാണോ സോ ആണോ എന്നുള്ളതൊന്ന് കറക്റ്റ് ചെയ്യുക. രണ്ടും സെയിം ആണ്, രണ്ടും ഒരേ മീനിങ് ആണ്, രണ്ടും നമുക്ക് യൂസ് ചെയ്യാം, ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഗ്രാമർ ബേസിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പൊ സെന്റൻസ് ഇതാണ്: ഐ ഡേഷ് മീര യെസ്റ്റർഡേ ആൻഡ് ടോക്ക്ഡ് ടു ഹർ. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻസ് മെറ്റും സോയും ആണ് കേട്ടോ. കറക്റ്റ് ചെയ്യുക. ഇനി രണ്ടും ഒന്നല്ലേ, രണ്ടും പാടില്ലേ? പാടുണ്ട്, ഒന്നാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ സംസാരിച്ചു, കണ്ടുമുട്ടി, അതുകൊണ്ട് ഏതാണ്? ഓക്കെ, നെക്സ്റ്റ്, എന്റെ പേന കാണുന്നില്ല. എന്റെ പേന കാണുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളൊരു വസ്തു കാണുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ കാൺട്ട് ഫൈൻഡ് അല്ലെ. അപ്പോ എന്റെ പേന കാണുന്നില്ല, ഐ കാൺട്ട് ഫൈൻഡ് മൈ പെൻ എന്നുണ്ട്, പെൻസ് എന്നുണ്ട്. ഏതാണ് ഇവിടെ കറക്റ്റ്? എന്റെ പേന കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എന്താണ്? പെൻ, പെൻസ്. അപ്പോൾ ഐ കാൺട്ട് ഫൈൻഡ് മൈ ഡേഷ് ഏതാണ് കറക്റ്റ് എന്നുള്ളതൊന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ അവളെ വിളിക്കരുത്. ഇപ്പോൾ അവളെ വിളിക്കരുത് എങ്ങനെ പറയാ? ഇവിടെ ഓക്സിലറി കാണണം കേട്ടോ. ഡേഷ് കോൾ ഹെർ നൗ. ഡേഷ് കോൾ ഹെർ നൗ. ഇപ്പോൾ അവളെ വിളിക്കരുത് എന്നാണ്. അരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ഡിഡിന്റ്, ഏസിന്റ്, ഡോട്ട് ഏതാണെന്നുള്ള കറക്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ഏറെ കൺഫ്യൂഷൻ വരുന്ന ഒരു സെന്റൻസ് ആണ് ഇന്ന് രാത്രി ഞങ്ങൾ പോകും. ഇന്ന് രാത്രി ഞങ്ങൾ പോകും. അപ്പൊ ഞങ്ങൾ പോകും, വി വിൽ ഗോ. എപ്പോ? ഇന്ന് രാത്രിയാണ്. അപ്പോ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഓപ്ഷൻസ് തരാം: ടുഡേ നൈറ്റ്, ടു നൈറ്റ്, നൈറ്റ് ഏതാണെന്നുള്ള കറക്റ്റ് ചെയ്യുക. അതായത് വി വിൽ ഗോ ഡേഷ്, ഇന്ന് രാത്രി ഞങ്ങൾ പോകും എന്നാണ് വേണ്ടത്. ടുഡേ നൈറ്റ്, ടു നൈറ്റ്, നൈറ്റ് ഏതാണ് എന്നുള്ളത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്കുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റിലാണ് തന്നിട്ടുള്ളത് അല്ലെ. എല്ലാവരും മുഴുവൻ ക്വസ്റ്റ്യൻസുകളും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. തെറ്റിക്കോട്ടെ, പ്രശ്നമല്ല. അപ്പോ ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനിയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പരമാവധി. ഓക്കെ, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.